ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഞാൻ ഈ പൂക്കളൊക്കെ എടുക്കാനേ. എന്താ? അല്ല, അമ്പലത്തിൽ പോകുമ്പോഴേ മാല കെട്ടാനായിട്ട് പൂക്കൾ എടുക്കായിരുന്നു. എന്നും പോവോ അമ്പലത്തില്? പറ്റുമ്പോഴൊക്കെ പോകാറുണ്ട്. ഞങ്ങൾ വന്നതെന്തിനാണെന്ന് മനസ്സിലായോ? അത് പിന്നെ മനസ്സിലാവാതിരിക്കുമോ അമൃത? വരൂ, അകത്തിരിക്കാം. കഴിച്ചാട്ടെ. രണ്ടു കൂട്ടർക്കും കാര്യങ്ങൾ അറിയാവുന്ന സ്ഥിതിക്ക് ഒരു മുഖവുരയുടെ ആവശ്യമില്ലല്ലോ. ദേവികയെ എന്റെ മകൻ സിദ്ധാർത്ഥിന് വേണ്ടി പെണ്ണ് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് അത് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്റെ അഭിപ്രായം തന്നെയാ. അതെങ്ങനെ നടക്കും? രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തണമെന്നല്ലേ നമ്മൾ ആദ്യം തീരുമാനിച്ചത്? എന്റെ മകൻ ശരത്തിന്റെ അവസ്ഥ അറിയാലോ. അവന്റെ കാലിലെ പ്ലാസ്റ്റർ മാറ്റണം. എന്നാലല്ലേ കല്യാണം നടത്താൻ പറ്റൂ. രണ്ട് കല്യാണം ഒന്നിച്ച് നടത്താവുന്ന നമ്മൾ ആലോചിച്ചെന്നുള്ളത് നേരെ. എന്ന് വെച്ചേ അങ്ങനെ തന്നെ നടത്തിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവരുടെ ഇഷ്ടം മറിച്ചാണെങ്കിൽ ആദ്യം ദേവികമ്മയുടെയും സിദ്ധുവിൻ്റെയും കല്യാണം നടക്കും. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. നിങ്ങളുടെ മകളുടെയും മരുമകളുടെയും കാര്യമാണ്. അഭിപ്രായം പറയുന്നതിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. എന്താന്ന് വെച്ചാ ആലോചിച്ച് തീരുമാനിക്കും. ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അമ്മ എന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയെ? പിന്നെ പറയാതെ. പറയാനുള്ളത് ഏത് സഭയെ കയറിയും പ്രഭാവതി പറയും. എനിക്കതിൽ പേടിയൊന്നുമില്ല. അല്ല, നിങ്ങളെന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്ന? അങ്ങോട്ട് ചെല്ലമ്മേ, ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. കല്യാണം അച്ഛനും മരുമോളും കൂടി നടത്തിയാൽ മതി. ഞങ്ങളുടെ സഹകരണമൊന്നും പ്രതീക്ഷിക്കണ്ട. എൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ദേവികമോളെന്ന് വെച്ചാൽ വലിയ ജീവനാ. ദേവികമോള് കല്യാണം കഴിച്ച് പോകുന്ന ഒട്ടും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാ കേട്ടോ അവർ പുറത്തേക്ക് വരാത്തത്. അതൊന്നും സാരമില്ല. ഇന്നിപ്പോ ഞങ്ങൾ വന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാരും കൂട്ടി മറ്റൊരു ദിവസം വരാം. അപ്പ കണ്ടാ മതി അവരെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അടുത്ത വരവിന് തീയതി അറിയിക്കാം. ശരി. ഓ, ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം പറയാൻ പറഞ്ഞു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞല്ലോ. എത്രയും പെട്ടെന്ന് എന്ന് ഉദ്ദേശിച്ചത് അടുത്ത മാസമെങ്കിൽ അടുത്ത മാസം എന്ന അർത്ഥത്തിലാണ്. അല്ലേ അച്ഛാ? അതെ, വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എനിക്കെന്ത് വിരോധം? മോക്കോ? ദേവിക്ക് എന്ത് വിരോധം ഉണ്ടാകാനാണ്? സന്തോഷമല്ലേ ഉള്ളൂ. സിദ്ധു ആണെങ്കിൽ നാളെയെങ്കിൽ നാളെ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. കുട്ടികളുടെ തിടുക്കം നമുക്ക് ഊഹിക്കാം. അതുപോലല്ലോ മുതിർന്നവര്. ഒരു കല്യാണം എന്ന് പറയുന്നതേ നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. എന്തെല്ലാം ആലോചിക്കാനുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഞാൻ എന്തിനും തയ്യാറാ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ഇറങ്ങട്ടെ. ചില കാര്യങ്ങൾ ഇങ്ങനെയാ മോളെ. നമ്മൾ എത്രയൊക്കെ ഒഴിവാക്കാൻ നോക്കിയാലും ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. അത് നടക്കുക തന്നെ ചെയ്യും.
അവളുടെ മനസ്സിലുള്ളത് ഈ മുഖത്തുണ്ട്. അത് തൽക്കാലം പറയണ്ട. എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുക. കാലം തീരുമാനിച്ച് നടത്തട്ടെ എല്ലാം. വാക്ക് തന്നിട്ട് അത് മാറാൻ പാടില്ല അച്ഛാ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്കിപ്പോ വലുതേ ദേവികമ്മയുടെ കല്യാണമാണ്. അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കാനാ ഞാൻ നോക്കുന്നേ, അല്ല നിന്റെ കല്യാണം നടത്താനല്ല. എടി പാർവതി, ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആള് വരുമ്പോഴേ അകത്ത് കയറി പൊത്തിനകത്തിരിക്കുന്നതാണോ നിന്റെയൊക്കെ ഒരു സംസ്കാരം? നീയൊക്കെ എങ്ങനെ എതിർത്താലും ഈ കല്യാണം ഞാൻ നടത്തും. അത് എന്റെ വാശി. കല്യാണം നടത്താൻ തീരുമാനിച്ചു, അച്ഛനും മോളും കൂടിയല്ലേ? ആന നിങ്ങക്കെന്താ? അവനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്റെ സമ്മതം എനിക്ക് വേണ്ടെങ്കിലോ? അല്ല, നീ ആരാ? ജില്ലാ മജിസ്ട്രേറ്റോ? ഞാൻ മോഹിച്ച പെണ്ണാ നീ. എന്റെ ഭാര്യയായിട്ട് വേണം നീ കഴിയാൻ. അല്ലാതെ അവന്റെ ഭാര്യയാവാനാ പരിപാടിയെങ്കിൽ നീ എന്ത് ചെയ്യും? പലതും ചെയ്യും. നിനക്ക് ശരിക്കും അറിയത്തില്ല ഞങ്ങളെ. ദൈവനെ അറിയാം, നിങ്ങളെ അറിയാം. ചുമ്മാ പേടിപ്പിക്കല്ലേ. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാലൊന്നും മാളത്തെ കയറി ഒളിക്കുന്നവളല്ല ഈ ദേവിക. നിന്നെ മാളത്തിലല്ല പെട്ടിയിലടക്കാൻ പോകുന്ന, കൊന്നുകളയാൻ വേണ്ടി വന്ന. അറിയാടാ, ഇതിനു മുൻപും കൊന്നിട്ടുണ്ടല്ലോ. എല്ലാം എനിക്കറിയാം. ആദ്യേ 2 കാലിൽ എണീറ്റ് നിൽക്കാൻ നോക്ക്, എന്നിട്ട് വാ കൊല്ലാൻ. അമ്മയും മോനും ഇവിടുന്ന് തിരിച്ചു പോകുന്നത് എങ്ങനെയായിരിക്കും ഞാൻ കാണിച്ചു തരാം. നീ എന്ത് ചെയ്യോടി? പലതും ചെയ്യും. അത് തിരിച്ചടി കിട്ടുമ്പോ മനസ്സിലായിക്കോളും. ഭാഗ്യം അതൊന്നുകൊണ്ട് മാത്രം നിങ്ങളുടെ ഈ മകൻ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. അടുത്ത തവണ ഭാഗ്യം ചിലപ്പോ രക്ഷിച്ചു എന്ന് വരില്ല. ഭർത്താവോ പോയി, മകനും കൂടി പോയാലേ പിന്നെ അനാഥയായിട്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് വിഷം കുത്തി ഇറക്കുന്നതിന് പകരം നല്ലത് വല്ലതും പറഞ്ഞു കൊടുക്കാൻ നോക്ക്.